ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടി ഒരു 5 ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ അടച്ചു വയ്ക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് ഇതിനെ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിക്ക് കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിന് അവിടെ ഇരുന്ന് വേവിട്ട് ഇനി ഇതിൻ്റെ അരപ്പിനെ ഒന്ന് നമുക്ക് നോക്കാം. തേങ്ങ, ജീരകം, വെളുത്തുള്ളി അരയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തങ്ങ ആയതുകൊണ്ടാണ് വെളുത്തുള്ളി അരച്ചെടുക്കുന്നത്. അരയ്ക്കുമ്പം തൈര് ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. ഇതിന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. മത്തയ്ക്ക നല്ലതായിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം. ഉടഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കറണ്ടി വെച്ച് ഇങ്ങനെ ഉടച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിലേക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇളക്കിയാണ് ചൂടാക്കി എടുക്കേണ്ടത്. തിളയ്ക്കാൻ പാടില്ല. ചെറിയ രീതിയിൽ ഒന്ന് സൈഡിൽ ഒന്ന് പതഞ്ഞ് വന്ന ഉടനെ നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്ത് വെക്കാം. മലക്കറിയിലൊക്കെ വാങ്ങുമ്പോൾ ഒരു കഷ്ണം മത്തങ്ങയൊക്കെ കിട്ടുമല്ല, അതിന് ചില ആൾക്കാർ സാമ്പാറിലൊക്കെ ഇടും, ചിലവർ അഴുവിയൊക്കെ എടുത്ത് കളയും. അങ്ങനെയൊന്നും ചെയ്യാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല ഒരു കറി കിട്ടും, ചോറിനൊക്കെ ഒഴിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതായിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം. ഒരു താളിപ്പ് കരണ്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് താളിപ്പിനെടുത്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു കറിയാണ്, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.